ഇപ്പോൾ ഇതാ ഭൂമിക്ക് കുറച്ചു നാളത്തേക്ക് രണ്ടാമതൊരു ചന്ദ്രൻ കൂടെ വരുന്നു. ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാകും ഇത് ഭൂമിയെ വലം വയ്ക്കുക. എന്നാൽ ബഹിരാകാശത്തുള്ള എല്ലാ വസ്തുക്കൾക്കും മിനി മൂൺ ആകാൻ സാധിക്കുമോ? ഇതിനു മുമ്പ് പലതവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവ ഭൂമിയെ വിട്ടു പോകുന്നത്? ഭൂമിയുടെ ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്നും ശരാശരി 3,84,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 4.5 ബില്യൺ വർഷങ്ങൾ കൊണ്ട് അമ്പിളി അമ്മാവൻ നമ്മുടെ ഭൂമിയെ വലം വയ്ക്കുന്നു. ഇപ്പോൾ ഇതാ ഭൂമിക്ക് കുറച്ചു നാളത്തേക്ക് രണ്ടാമതൊരു ചന്ദ്രൻ കൂടെ വരുന്നു. 2024 PT5 എന്നാണ് ഈ മിനി മൂണിന് നൽകിയിരിക്കുന്ന പേര്. 2024 ഓഗസ്റ്റ് 7 നാസയുടെ സൗത്ത് ആഫ്രിക്കയിലെ അറ്റ്ലസ് ഒബ്സർവേറ്ററിയാണ് ഈ കുഞ്ഞമ്മാവനെ കണ്ടെത്തിയത്. ഇത് സെപ്റ്റംബർ 26 മുതൽ 52.6 ദിവസം ഭൂമിയെ വലം വയ്ക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാകും ഇത് ഭൂമിയെ വലം വയ്ക്കുക. ഏതാണ്ട് 37 അടി വീതിയുണ്ടെന്ന് കരുതുന്ന ഈ കുഞ്ഞമ്മാവന് 16 മുതൽ 138 അടി വരെ നീളമുണ്ടെന്നാണ് കരുതുന്നത്. ഇതിൻ്റെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വേഗത 4988.96 km/h ആണ്. ഇതിനെപ്പറ്റി നമുക്ക് ഒരുപാട് വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കിതിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ചെറിയ സൈസും ഭൂമിയിൽ നിന്നുള്ള ദൂരവുമൊക്കെയാണ് ഇതിന് കാരണം. കൂടാതെ ഡിമ്മ് റോക്കുകളാൽ രൂപപ്പെട്ടവയായതിനാൽ ഇവയെ കാണുക വളരെ ദുഷ്കരമാണ്. 2024 PT5 പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പ് എന്താണ് മിനി മൂൺ എന്ന് നോക്കാം. ഒരു ഗ്രഹത്തെയോ മറ്റ് സെലസ്ഷ്യൽ ബോഡികളെയോ വളരെ ചുരുങ്ങിയ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം വലം വയ്ക്കുന്ന വസ്തുക്കളെയാണ് മിനി മൂണുകൾ എന്ന് വിളിക്കുന്നത്. അവ ഒരു ആസ്ട്രോയിഡോ വാൽ നക്ഷത്രമോ ഒക്കെ ആകാം. എന്നാൽ ബഹിരാകാശത്തുള്ള എല്ലാ വസ്തുക്കൾക്കും മിനി മൂൺ ആകാൻ സാധിക്കുമോ? ഉത്തരം ഇല്ല എന്നാണ്. നമ്മുടെ ഭൂമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 4.5 മില്യൺ കിലോമീറ്ററിനേക്കാൾ കുറവ് ദൂരത്തിലും 3600 km/h കുറഞ്ഞ വേഗതയിലും സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ ഭൂമിയുടെ മിനി മൂൺ ആകാൻ സാധിക്കൂ. 2024 PT5 ഭൂമിയുടെ ആദ്യത്തെ മിനി മൂണൊന്നുമല്ല. ഇതിനു മുമ്പ് പലതവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മിനി മൂൺ ഇവൻറ്റുകളെ രണ്ടായി തരംതിരിക്കാം. ഒരു മിനി മൂൺ ഒന്നോ അതിൽ കൂടുതൽ തവണയോ ഭൂമിയെ പൂർണ്ണമായി വലം വയ്ക്കുകയാണെങ്കിൽ അതിനെ ലോങ് എപ്പിസോഡ് ഇവൻറ്റുകൾ എന്ന് പറയും. ഒരു വർഷം ഭൂമിയെ വലം വെച്ച 2006 RH120യും ഏതാണ്ട് 3 വർഷത്തോളം ഭൂമിയെ വലം വെച്ച 2020 CD3യും ഒക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നവയാണ്. ഒരു മിനി മൂൺ ഭൂമിക്ക് ചുറ്റും ഒരു റെവല്യൂഷൻ പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഷോർട്ട് എപ്പിസോഡ് ഇവൻറ്റുകൾ എന്ന് വിളിക്കും. 1991 VG, 2022 NX1, 2024 PT5 എന്നിവ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. നമുക്ക് 2024 PT5 കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ കുഞ്ഞമ്മാവൻ എവിടെയാണുള്ളത്? ഭൂമിയിൽ നിന്നും 3.3 മില്യൺ കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഇതുള്ളത്. ഇതിൻ്റെ ലൈവ് പൊസിഷനും മറ്റു വിവരങ്ങളും skylive.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. നവംബർ 25 ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്ന ഈ കുഞ്ഞമ്മാവൻ വീണ്ടും സ്വന്തം പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ഇവ ഭൂമിയെ വിട്ടു പോകുന്നത്? നമ്മുടെ അമ്പിളി അമ്മാവനെ പോലെ എന്തുകൊണ്ട് ഇവ എന്നേക്കുമായി ഭൂമിയെ വലം വയ്ക്കുന്നില്ല? ഇതിന് കാരണം ഇവയുടെ ഓർബിറ്റ് വളരെ അൺസ്റ്റേബിൾ ആണെന്നതാണ്. ഭൂമിക്ക് പുറമെ സൂര്യനും ചന്ദ്രനും ബഹിരാകാശത്തുള്ള മറ്റ് വസ്തുക്കളും ഇവയുടെ പാതയെ സ്വാധീനിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് സൂര്യൻ്റെ കാര്യമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൂര്യൻ്റേത് വളരെയധികം കൂടുതലാണ്. കൂടാതെ ഇവയുടെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ വ്യതിയാനം പോലും ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് ഇവയെ പുറത്തു കടത്തും. അത് മനസ്സിലാക്കാൻ ഈ വീഡിയോ നോക്കുക. ഇതിൽ ഭൂമിയുടെയും 2024 PT5 എന്ന കുഞ്ഞമ്മാവൻ്റെയും സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥം കാണാൻ സാധിക്കും. ഈ കുഞ്ഞമ്മാവൻ്റെ ഓർബിറ്റ് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം എങ്ങനെ മാറുന്നുവെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അവസാനമായി ഒരു കാര്യം കൂടെ. നവംബർ 25 ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും പുറത്തു പോകുമെങ്കിലും അത് തീർച്ചയായും തിരിച്ചു വരും. അർജുന ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഒരംഗമാണ് ഈ കുഞ്ഞമ്മാവൻ. കൂടാതെ സൂര്യന് ചുറ്റുമുള്ള ഇവയുടെ ഓർബിറ്റ് ഭൂമിയുടേതുമായി ഒരുപാട് സമാനമാണ്. അതുകൊണ്ട് തന്നെ 2025 2055 ഇത് തിരിച്ച് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഉപകരണങ്ങൾക്ക് മാർസ് ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് മാർഗമാണോ ഈ കുഞ്ഞമ്മാവൻ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. യുറാനസ് സൗരയൂഥത്തിലെ കോൾഡസ്റ്റ് പ്ലാനറ്റായ കഥ നിങ്ങൾക്കറിയാമോ? അതറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.